മഴത്തോരും മുമ്പിൽ ഇന്നത്തെ കഥയാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അലീനയാണെങ്കിലും ശരണ്യയാണെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവർ വന്ന ഒരു ആൾച്ചവിട്ടിലിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അലീനയാണെങ്കിലും ശരണ്യടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു സമാധാനമൊക്കെ കിട്ടുമെന്നുള്ളതൊന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ശരണ്യ പറയുന്നുണ്ട്, ആ ചേച്ചി ഇപ്പോൾ ഒരു സമാധാനമുണ്ട്, ഞാൻ എല്ലാം ആണെങ്കിലും ദൈവത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശരണ്യ പറയുന്നുണ്ട്, ഞാൻ ചേച്ചിയെടുത്താണെങ്കിൽ ഒരു സത്യം മറച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അലീന ചോദിക്കുന്നത്, എന്താ നീ മറച്ചു വെച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരണ്യ പറയുന്നുണ്ട്, ചേച്ചി ജോലിക്ക് നിൽക്കുന്നൊരു വീടില്ലേ, ആ വീട്ടിൽ അവിടുത്തെ ചേട്ടനാണെങ്കിൽ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അലീനാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ശരണ്യ പറയുന്നുണ്ട്, ഞാൻ വീട്ടുകാരടുത്തും പോലീസുകാരടുത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ആ ചേട്ടൻ എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരാ പറഞ്ഞത് കേസിനൊരു ബലം കിട്ടണമെങ്കിൽ നാലാമത്തെ പ്രതിയും കൂടെ ചേർക്കണമെന്നൊക്കെ അവരാ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചേച്ചി ആ ചേട്ടൻ്റെ പേരും കൂടെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനത് മാറ്റി പറയണമെന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ അലീന പറയുന്നുണ്ട്, നിൻ്റെ മനസ്സാക്ഷിക്ക് എന്താ തോന്നുന്നു നീ അതുപോലെ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ നിന്നെ സ്വാധീനിക്കാനൊന്നും ഞാൻ വന്നതല്ലെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു അഭിപ്രായം പറയത്തില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് എന്നിട്ട് അവർ രണ്ടുപേരും തിരിച്ചാണെങ്കിൽ ശരണ്യയുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ അലീനാണെങ്കിൽ നെടുമ്പരിക്കൽ വീട്ടിലൊക്കെ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ബബിതയാണ് വന്ന് കഥയൊക്കെ തുറക്കുന്നത്. അങ്ങനെ ബബിത ആണെങ്കിൽ എന്തൊക്കെ ദേഷിച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ അലീനയുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ അലീന ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അലീനയുടെ മനസ്സിൽ മൊത്തം നമ്മൾ ശരണ്യാണെങ്കിൽ രോഹിത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ മൊത്തം അലീനയുടെ മനസ്സിലിങ്ങനെ കിടക്കും കേട്ടോ. അങ്ങനെ അലീനയാണെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ബാലേന്ദ്രൻ്റെ അടുത്ത് പറയണമെന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ചിന്ത മൊത്തമാണ് നമ്മളെ അലീനയുടെ മനസ്സിൽ കിടക്കുന്നത്. അങ്ങനെ അലീനയാണെങ്കിൽ ബാലേന്ദ്രനെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ അലീന അവിടെ ശരണ്യയുടെ വീട്ടിൽ പോയി കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്, അച്ഛൻ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നേരിട്ട് പറയാനാന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയും, ഞാനിപ്പോൾ ഉടനെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ വീട്ടിലൊക്കെ അങ്ങനെ ബാലേന്ദ്രൻ വന്നിട്ട് അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ വെയിറ്റ് ചെയ്തിരുന്നേ, എന്നാൽ പിന്നെ കാര്യം പറയാം, എൻ്റെ അടുത്ത് പറയാൻ വേണ്ടി നീ വെയിറ്റ് ചെയ്തിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അലീനയാണെങ്കിൽ ശരണ്യ പറഞ്ഞ ആ ഒരു വലിയ സത്യമാണെങ്കിൽ നമ്മളെ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ പിന്നെ രോഹിത്താണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ശരണ്യ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഒരു തരത്തിലും അവളെ രോഹിത്താണെങ്കിൽ ഉപദ്രവിച്ചിട്ടില്ല അച്ഛാ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ബാലേന്ദ്രനാണെങ്കിൽ ആകെ മൊത്തത്തിൽ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലീന അടുത്ത്, ഇനി മേലെ നീ അവളെ കാര്യം ഇവിടെ പറയരുത്, ഇനി അവൾക്ക് വേണ്ടി ന്യായം പറയാനൊന്നും നീ നിൽക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ അലീനയുടെ അടുത്താണെങ്കിൽ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും പോലീസും നിയമങ്ങളൊക്കെ ഉണ്ടത് ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബാലേന്ദ്രൻ അവിടെ നിന്നാണെങ്കിൽ ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇനി പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും പോകുന്നതെന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാ ഷോക്കുമായിട്ട് നമ്മൾ അലീനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടൊക്കെ നമ്മൾ അലീന നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.